ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അമ്മമ്മേനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞത്. അമ്മമ്മ എല്ലാവരോടുമായിട്ട് അമ്മമ്മേരെ കാര്യങ്ങളും വീട് വീട് എവിടെയാണ് അതിനെല്ലാം ഉള്ള കാര്യങ്ങൾ അമ്മമ്മ ഇപ്പം പറയും. പറഞ്ഞോ അമ്മമ്മേ. പിന്നെ വിഷ്ണു ആരാന്ന് അറിയുന്നില്ല, അമ്മ ആരാന്ന് അറിയുന്നില്ല എന്നെല്ലാം പറയുന്നത്. എൻ്റെ അടുത്ത് കുറേ ആൾ യൂട്യൂബ് നിങ്ങളാണോ യൂട്യൂബിൽ പാടിയത്, നല്ല സൂപ്പർ ഗാനങ്ങളാണ്, ഇനിയും പാടണം എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഒന്നിച്ചില്ല ഒരാൾ പറയാ ഇവരെന്നെ അത് പാടിയത്. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പാടിയത്. എൻ്റെ മോനാണ് വിഷ്ണു പരിയാരം. പിന്നെ ഞാൻ വിറക് പൊറുക്കാനെല്ലാം പോകുന്നത് എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പോകുന്നതാണ്. ഞാൻ എനിക്കിവിടെ വീട്ടിലിങ്ങനെ ഇരിക്കാൻ മടിയാണ്. ഒരു കത്തി എടുത്ത് നായ്ക്കുട്ടിയും കൊണ്ട് എപ്പം വിറക് പൊറുക്കാൻ പോലുണ്ട്. മഴയെല്ലാം ആകുമ്പോൾ ഞാൻ വിറക് പൊറുക്കും. പിന്നെ അങ്ങനെ എൻ്റെ മോനെയും കൂട്ടിയിട്ട് വിറക് പൊറുക്കുന്നിടത്തേക്ക് പോയതാണ്. ഓൻ വിറകൊന്നും പൊറുക്കി തരണ്ട, ഓനെ നമ്മളങ്ങനെ വിറക് പൊറുക്കാനൊന്നും ആക്കൂല, അത്രയും കഷ്ടപ്പാടായാൽ. എനിക്കിപ്പം വിറകെല്ലാം പൊറുക്കാൻ പറ്റുമല്ല, പറ്റാത്ത അവസ്ഥ ഉണ്ടാവുമല്ല. നേരം മോന് കുറച്ച് വിറക് പൊറുക്കിക്കൊണ്ട് തന്നാട്ടെ അമ്മമ്മക്ക് എന്ന് പറയുമ്പോൾ മടിയൊന്നും ഉണ്ടാവില്ല, പൊറുക്കിക്കൊണ്ട് തരും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒരു വിഷമാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ എൻ്റെ ഇഷ്ടത്തിന് പൊറുക്കാൻ പോകുന്നത് തന്നെയാണ്. അതെ, അമ്മമ്മേരെ വീടെല്ലാം എവിടെയാന്ന് പറഞ്ഞു വന്നാല്. എൻ്റെ വീട് കൂവേരി ളാവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. അതെ, ഇത് കണ്ണൂരാ വരുന്നത്. കണ്ണൂർ ജില്ല, ചപ്പാരപ്പടവ് ഗ്രാമപഞ്ചായത്ത്. തളിപ്പറമ്പ് ചപ്പാറപ്പടവിലേക്ക്. തളിപ്പറമ്പ് ചപ്പാരപ്പടവിൽ വരുക ബസ്സിന്. തളിപ്പറമ്പ് ചപ്പാരപ്പടവ് വഴി വരുമ്പം പിന്നെ ഒരു തൂക്കുപാലത്തിൻ്റെ മേലെ കൂടെ വന്നിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് വരുക. അവിടുന്ന് നേരെ പിന്നെ റോഡിലേക്ക് കൂടെ വന്ന് 3 വീട് കഴിഞ്ഞാൽ എൻ്റെ വീട് കാണും. ചെറിയൊരു പഴയ വീട്, മേൽക്കൂരിയുമില്ല, ഓടുമില്ല, ഉത്തരവില്ല, ഒന്നുമില്ലാതെ ഒരു വീട്. അവര് ഇങ്ങനെ വന്നിട്ട് കണ്ടാൽ ഇതിലാ താമസിക്കുന്നതെന്നുള്ള ഒരു ഇതുണ്ടാവും. ഭയങ്കര വിഷമത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. വേണ്ടത് കഷ്ടപ്പാടല്ലേ. എന്നാലും എനിക്ക് ഇങ്ങനെ ഭഗവാന്റെ പാട്ടും എല്ലാവരും പാട്ടും പാടി എല്ലാവരും നല്ല ഇതുകൊണ്ട് നല്ലൊരു ഇത് ആയിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഭക്തിഗാനത്തിലേക്ക് പോയിന്. പിന്നെ ഇപ്പം എവിടുന്നായാലും ഭക്തിഗാനം ഏത് സ്റ്റേജ് കണ്ടാലും പിന്നെ റിക്കാർഡിക്കൽ കാണുമ്പം ഞാനൊന്നും നോക്കൂല, അതിൽ കയറി പാടട്ടോ എന്ന് ചോദിക്കലുണ്ട്. അന്നേരം പറയും അങ്ങനെ പേരെല്ലാം കൊടുക്കാണ്ട് പാടണ്ടേ. പിന്നെ നമ്മളെ വിഷ്ണു ആരാന്ന് അറിയാത്തത് കൊണ്ടാണ് എൻ്റെ മോനാണെന്ന് ഒരിക്കൽ കൂടെ പറയുന്നത്. അവനൊരു ചാനലാക്കിയതാണ് വിഷ്ണു പരിയാരം. അമ്മമ്മ ഇങ്ങനെ പാട്ടെല്ലാം പാടണമെന്ന് പറഞ്ഞോണ്ട് പാട്ടെല്ലാം ഞാൻ എന്നിട്ട് പറഞ്ഞു മോൻ ഒരു അമ്മമ്മ അമ്പലത്തിലെല്ലാം പാടുന്നല്ലേ. അതെ, നമ്മ ആദ്യം വിചാരിച്ചത് ഫേസ്ബുക്കിൽ ഇടാന്നാണ്. അതിനുശേഷം പിന്നെ ഞാൻ വിചാരിച്ച ഒരു യൂട്യൂബ് ചാനൽ തന്നെ ആക്കിയിട്ട് അമ്മമ്മേരെ പാട്ടും പിന്നെ നമ്മളെ മറ്റു കാര്യങ്ങളെല്ലാം ഇടാന്ന്. അമ്മമ്മ കറികൾ വെച്ച് കാണിക്കുന്നത് ഇടാന്ന് പിന്നെയാ നമ്മ തീരുമാനിച്ചിന്. അതെ, കൊറേ എനിക്കിങ്ങനെ തോന്നിയത് ഇപ്പം ആദ്യമായിട്ട് ഞാൻ ഭഗവാന്റെ അടുത്ത് സ്റ്റേജിൽ കയറി പാടിയതിന് ശേഷം എനിക്ക് എന്തോ ഒരു താല്പര്യം കൂടി വരുന്നു. ഇത് പാടണം ഇനിയും ഉയരത്തിലേക്ക് പോകണം. വയസ്സിനൊന്നും തോന്നുന്നില്ല, ഇപ്പം 60-70 പാടണം എന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ ഉള്ളത്. ഭക്ഷണമെല്ലാം എപ്പോഴെങ്കിലും കഴിച്ചാൽ മതി എന്നില്ല ഒരു ചിന്തയാണ്. അത്രയും ഈ കൃഷ്ണന്റെ അടുത്തേക്ക് ഇതായിപ്പോയി. അതെ. പിന്നെ നമ്മളെ തൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം അതിപുരാതനമായ ഒരു ക്ഷേത്രമായിരുന്നു. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോകുമ്പം പിന്നെ ചെറിയൊരു ക്ഷേത്രം, അത് ചെമ്പിൻ്റെ ഗോപുരം അടിച്ചിന്, ചെമ്പ്. പിന്നെ അതിൻ്റെ കുറച്ച് സൈഡിലായിട്ട് കുളം ഉണ്ടായിന്, വലിയ കുളം. അത് കാട് മൂടി കിടക്കും. എന്നിട്ട് ആ കുളം ഇങ്ങനെ നമ്മൾ നോക്കും, നീല കളറിൽ വെള്ളം ഉണ്ടാവും. പിന്നെ ചാണകം തേക്കുന്നതാണ് ആദ്യം ഉണ്ടായ ക്ഷേത്രം. 2 മണ്ഡപമായിട്ട് സാഷ്ടാംഗം വീഴുന്നത് ആയിട്ടില്ലേ, 2 മണ്ഡപം, മൊത്തം ചാണകം തേക്കേണ്ടതാണ്. പിന്നെ അമ്മമ്മേരെ വീടും ചാണകം തേച്ചല്ലേ? എൻ്റെ വീടും എല്ലാം ചാണകം തേച്ചതാണ്, മൊത്തം ചാണകം തേക്കുന്നതാണ്. കൃഷ്ണൻ്റെത് പിന്നെ എല്ലാവരും പിന്നെ ഇപ്പം നല്ല രീതിയിലായി. കമ്മിറ്റിക്കാരും മാതൃസമിതിയിലുള്ളവരും നാട്ടുകാരും എല്ലാവരും പ്രയത്നവും കൊണ്ട് ഇപ്പം നല്ലൊരു പുരോഗതിയിലേക്ക് ക്ഷേത്രം വന്നു. അതുകൊണ്ട് പിന്നെ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പിന്നെ അറിയുന്നവരും അറിയാത്തവരും
ആയിട്ട് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടാൽ എല്ലാവർക്കും സന്തോഷമല്ല, അവർക്ക് ഏത് നിലയിൽ ഉയർന്നു പോകാൻ പറ്റും. ഒരു ജോലിയൊന്നും കിട്ടാത്തവർ വന്നിട്ട് പിന്നെ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് പോകും, ജോലി കിട്ടാൻ വേണ്ടി. ഒരു ജോലി കിട്ടി വന്നിട്ട് ഭഗവാന് എന്നാൽ അവർ ഇഷ്ട ഭക്തരെന്നാടെ കഴിക്കാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അതവിടെ അർപ്പിച്ചിട്ട് പോകലുണ്ട്. അത്രയും നല്ലൊരു ഭഗവാനാണ്. ഏത് സമയത്ത് നമ്മളെ വിളിച്ചാലും നമുക്ക് ബുദ്ധിമുട്ട് ഇല്ലാതെ ഇതായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. പിന്നെ ഇപ്പോൾ ആടെ ക്ഷേത്രത്തിലൊരു കരുത്തൂണും ഒരു കാവാടവും ക്ഷേത്രത്തിലേക്ക് ഇല്ലതാക്കി. പിന്നെ അതൊരു ശ്രീകൃഷ്ണ ഭക്തനാണ് ഇപ്പം ആക്കിയിട്ടുള്ളത്. അത് റോഡും വന്ന് നോക്കുമ്പോൾ തന്നെ കാണും, 2 കരുത്തൂണും ഒരു ചെറിയൊരു ഇതുമായിട്ട് ഉള്ളത്. നല്ല തന്നെ അത് ക്ഷേത്രത്തിൽ അതിങ്ങനെ കാണുമ്പം തന്നെ നല്ല രസമുണ്ട്. അതൊരു ഭക്തൻ കൊടുത്തതാണ്, ഇപ്പം സമർപ്പണം ചെയ്തതാണ്. പിന്നെ പുറത്തിലൊരു വണ്ണാരം പിന്നെ ഒരു അമ്മ കൊടുത്തതാണ്. പിന്നെ അതും സമർപ്പണം ചെയ്തതാണ്. അമ്മക്ക് അങ്ങനെ കൊടുക്കണമെന്നില്ല. അത് ചെറിയൊരു വണ്ണാരമില്ല കൃഷ്ണനായിട്ടുള്ളത്, അതും കൊടുത്തതാണ് സമർപ്പിച്ചിട്ട്. പിന്നെ അകത്ത് പിന്നെ കൽവിളക്ക് അതും ഒരു ഭക്ത കൊടുത്തതാണ്. കൽവിളക്ക് അത് ആദ്യമൊന്നും ഉണ്ടായിട്ടില്ല, ഇപ്പം കൊടുത്തതാണ്. അങ്ങനെ എന്തെല്ലോ പുരോഗതിയിലേക്ക് നമ്മളെ ശ്രീകൃഷ്ണ ക്ഷേത്രം ഉയർന്നു. അതിൽ കൊണ്ട് എല്ലാവരും നല്ല സന്തോഷം. അതിങ്ങനെ കാണുമ്പം നമ്മളെല്ലാവരും പറയും തൃച്ചംബരം പോലെ ആയി ഇത് എന്ന് പറയും. അത്രയും നല്ലൊരു ഭംഗിയായിട്ട്. പിന്നെ പരിപാടി, കുട്ടികളുടെ ഡാൻസ്, കുട്ടികളെ പിന്നെ ഭരതനാട്യം മുതൽ എല്ലാം സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടാവലുണ്ട്. അത് പിന്നെ അവർ കമ്മിറ്റിക്കാരും മാതൃസമിതി അരങ്ങേറ്റം, കുട്ടികളെ അരങ്ങേറ്റമെല്ലാം ഉണ്ടാവലുണ്ട്. നല്ലതായിട്ട് എല്ലാം പോകുന്നുണ്ട്, ഒരു പ്രശ്നവും അവിടെ ഉണ്ടാവലില്ല. ഭക്ഷണം എല്ലാം പിന്നെ ഇപ്പം ഭാഗവത സപ്താഹം വെച്ചാൽ 15 മുതൽ 26 വരെയുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്. പിന്നെ തിടമ്പ് നൃത്തമുണ്ട്, ഉത്സവം, തായമ്പക, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും നമ്മളെ അമ്പലത്തിലുണ്ട്. എല്ലാവരും വരുന്നവരെല്ലാം ബസ് കയറുക, പൂവേരിക്കടവിൽ ഇറങ്ങി തൂക്കുപാലം കടന്നാൽ ശ്രീകൃഷ്ണ ക്ഷേത്രമായി. ചപ്പാരപ്പുഴ വഴി നേരെ റോഡിൽ വന്നാൽ ശ്രീകൃഷ്ണ ക്ഷേത്രമായി. പിന്നെ ഇങ്ങ് പരിയാരം അങ്ങോട്ടൊന്ന് വരുന്നത് നേരെ നമ്മളെ തൃക്കോവിലപ്പൻ്റെ മുമ്പിലാണ് പോകുന്നത്. അങ്ങനെ എല്ലാവരും വന്ന് നമ്മളെ കൃഷ്ണൻ്റെ അനുഗ്രഹം വാങ്ങണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും പറഞ്ഞിട്ട് എല്ലാവരോടും കൃഷ്ണൻ. അതെ അമ്മമ്മ, പിന്നെ അമ്മമ്മേരെ വീടിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഞാനിപ്പം ഭഗവാൻ്റെ പറഞ്ഞിട്ട് ചെറിയൊരു കാര്യങ്ങൾ പറഞ്ഞു. അത് എല്ലാവരും കേട്ടിട്ട് സൗമിനി ചേച്ചീനെ അനുഗ്രഹിക്കണം, എല്ലാവരും അനുഗ്രഹിക്കണം. അമ്മമ്മക്ക് ഇപ്പൊ 60 വയസ്സാണല്ലേ? 59 കഴിഞ്ഞ് 60 ആവുന്നവന. ഫെബ്രുവരി ആയാൽ 59 കഴിഞ്ഞ് 60 ആവും. അതെ. പിന്നെ വീടിൻ്റെതെല്ലാം പറയാന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല. അതെ, വീട് എല്ലാം പോയതാണ്. വീട് കണ്ടാൽ പറയാൻ പറ്റൂല, ഒന്നുമില്ല വീട്. ഇങ്ങനെ നിക്കുന്ന മാത്രം. അല്ല ഈ പശുവിന്റെ ആലയിൽ കിടക്കൂലേ, അതിലും കഷ്ടപ്പാടില്ല അമ്മമ്മ. ആ കർക്കിടക മാസം തീരെ നിക്കാൻ പറ്റില്ല. കർക്കിടക മാസം ആവണ്ടെന്ന് പ്രാർത്ഥിക്കും ഞാൻ. എങ്ങനെയാ ഇവിടെ നിക്കുവാന്ന്? ആരടുത്ത് അങ്ങനെ പോയി നിക്കാൻ പറ്റുമോനെ? വെല്ലുമേൻ്റെ അടുത്ത് ആ മഴയത്ത് കുറച്ച് പോയി നിന്നിട്ടാണ് ഈ വീട് വീഴാൻ അവസ്ഥയായി. ഒന്നുമില്ല. ഇപ്പൊ ഞാനിങ്ങനെ നിക്കുന്നല്ലാതെ ഇപ്പം നല്ല സന്തോഷം. അമ്മമ്മക്ക് ഇങ്ങനെ എല്ലാരും ഇങ്ങനെ പാചകം ചെയ്ത് കാണിച്ചു കൊടുക്കാൻ താല്പര്യമില്ലോണ്ട് അങ്ങനെയൊക്കെ അറിയലാക്കുന്നത്. എല്ലാരും പാചകം ചെയ്തിട്ട് കാണിക്കണം എന്നുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ട് തക്കാളി കറി ഉണ്ടാക്കി, ചേമ്പ് പുഴുങ്ങി, പിന്നെ റവി ഉപ്പുമാവാക്കി, ചായ വെക്കല്, അങ്ങനെയെല്ലാം എനിക്ക് ഇഷ്ടമാണ്. അത് ഞാൻ ഒന്നും ഇല്ലെങ്കിലും ഞാനത് ചെയ്യുന്നത്. ഇനിയും അമ്മമ്മേര് ഒരുപാട് അങ്ങനത്തെ കറിയാക്കുന്നത് ഉണ്ടാവും അല്ലേ? എനിക്കറി ഏത് കറി വേണം മോനെ, മുട്ടക്കറി വേണം അതുണ്ടാക്കും, തോരൻ വെക്കും, എന്ത് വേണമെങ്കിലും അമ്മമ്മ ഉണ്ടാക്കി കാണിക്കും. കാച്ചും. അമ്മമ്മ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഇനി കുറച്ച് അധികം നേരത്തേക്ക് കുറച്ച് വലിയൊരു വീഡിയോ ആയിട്ട് നമ്മളിനി എടുക്കും. എല്ലാ വീഡിയോയും കുറച്ച് വലുതാക്കും. കറി ഉണ്ടാക്കും, എല്ലാ കറി എന്ന് പറഞ്ഞാൽ എന്നാ മോൻ പറയുന്ന ആ കറി ഉണ്ടാക്കും. മുട്ട എന്നെ കൊണ്ടില്ല കറി, തക്കാളിയും മുട്ടയും പച്ചമുളകും അങ്ങനെ ഇട്ടത് കറി. പിന്നെ പരിപ്പ് വെറുതെ, തക്കാളി പിന്നെ ഉള്ളിയും പരിപ്പ് വെറുതെ ഇട്ടിട്ടില്ല കറി. സാധാരണ പിന്നെ കറി, ചെറുപയർ കറി, മമ്പയർ കറി, ഇന്നത് കറിയുന്നില്ല. പിന്നെ നേന്ത്രക്കായ പിന്നെ ചെറുതായി എരിഞ്ഞിട്ടില്ലേ തോരൻ വെക്കൽ,
അങ്ങനെ ഇതെല്ലാം അറിയാം അമ്മമ്മക്ക്. പിന്നെ അരി പച്ചരി നെയ്ച്ചോറ് പോലെ ആക്കിയിട്ട് അങ്ങനെ എല്ലാം വെക്കും. നമുക്ക് മഴ വരുന്നത് വരെ എല്ലാ ഇതും ചെയ്യാൻ പറ്റും മോനെ. അതെ, മഴ വന്നു കഴിഞ്ഞാലാ പ്രശ്നം. ഇപ്പൊ ഇവിടുന്നൊന്നും മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് അടുപ്പ് കത്തിക്കാനും കഴിയില്ല, ഉള്ളിലൊന്നും കഴിയില്ല, ഉള്ളിലും ചോർച്ചയല്ലേ. ഉള്ളിൽ അടുപ്പിൽ തന്നെ വെള്ളം വീന്നില്ലേ. അതെ, അതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അമ്മ കിടക്കുന്ന ഒരു മുറി മാത്രം ഒരു ഒതുങ്ങി കിടക്കാൻ പാകത്തിലുണ്ട്. മഴ വരെ നമുക്ക് സ്ഥിരം വീഡിയോ ഇടാം. അത് കഴിഞ്ഞാലുള്ള വിഷമാണ് വെള്ളാദ്യാവുന്നു. അങ്ങനെയെല്ലാം ഒന്നും പിന്നെ കഷ്ടപ്പാടൊന്നും വരുത്തി വെക്കൂലായിരിക്കും കൃഷ്ണ. ഞാൻ പ്രാർത്ഥിക്കും മോനെ. കാറ്റും ഇടിയും മഴയും എല്ലാം എല്ലാവരും പറയും നിന്റെ കട്ടേൻ്റെ വീടല്ലേ ഏത് നിമിഷവും തറ പറ്റൂ. ഞാനെന്നിട്ട് ഭഗവാനെ ഞാനെങ്ങനെ ഇവിടെ കിടക്കുക, ഇങ്ങനെ വീണ് പോവുക ഇത് എന്നെല്ലാം വിചാരിച്ചോണ്ടാ കിടക്കുക. ഇത്ര വരെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇനിയും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കും. പിന്നെ നിങ്ങളും അതുപോലെ കഷ്ടപ്പാടിലല്ല മോനെ. അതെ, നമ്മളും ഇല്ല പാടൊക്കെ നിൽക്കുന്നത്. അമ്മമ്മേനെ കാണും കഷ്ടം. 2-3 പിള്ളേരെയും കൊണ്ട് എൻ്റെ മോളും അങ്ങനെ കഷ്ടപ്പാടിലാ നിൽക്കുന്നു. അതല്ലേ ഞാൻ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതെ, ആരുടെ അടുത്തും പോകൂല എന്നല്ല, ഇപ്പം ഞാൻ ഇങ്ങനെ പോകുന്നു. അവരുടെ അടുത്ത് പോയാലും അവിടുന്ന് ആളത്തെ വിഷമെല്ലാം കാണുമ്പം നമ്മളിങ്ങനെ ഇവിടുന്ന് ഇതാകും പോലെ അവരും ഇതുപോലെ ഓരോ വിഷമം തന്നെ. വീടില്ല. എൻ്റെ വീട്ടിൽ നിൽക്കാന്ന് വെച്ചാൽ എൻ്റെ വീട് ഇന്നോ നാളെയോ പോകും പോലത്തെ വീടാണ്. പിന്നെ ഗവൺമെൻറ്റിൽ നിന്നല്ല എന്തെങ്കിലും കിട്ടിയെങ്കിലും ഒരു നല്ലതായി പോണ്ടേന് എനിക്ക് ജീവിതം. ഒരു ചെറിയ വീട് പഞ്ചായത്തിൽ പോയി അന്വേഷിച്ച് നോക്കണം മോനെ. എന്തെങ്കിലും അമ്മമ്മക്ക് സെലവിലായിട്ട് കിട്ടൂലെന്നല്ലേ. സ്ഥലത്തിൻ്റെ ഒന്നും എൻ്റെ വീട് വന്ന് നോക്കിയിട്ട് ഒരു നല്ലൊരു താമസിക്കാൻ പറ്റിയ ഒരു വീട്. അതെ, അമ്മമ്മക്കൊന്നും സെലവില്ലാത്തോണ്ട് നിങ്ങൾക്ക് വീട് തരില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പം വീട് എന്ന് പറഞ്ഞത് അമ്മമ്മക്കൊന്നും എടുക്കാനൊന്നും പറ്റൂലല്ലോ. സ്വന്തമായിട്ട് വീട് ഉണ്ടാവൂലേ മോനെ. അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ അമ്മമ്മയുടെ ജീവിതം മുമ്പോട്ട്. അല്ലാണ്ടൊന്നും വീട് എടുക്കാനൊന്നും നമ്മളെ കൊണ്ടൊന്നും ആവില്ല. കാലശേഷം അങ്ങനെ ഒരു വീട് അമ്മമ്മക്ക് കിട്ടിയാൽ അത് മക്കൾക്കും ആയില്ലേ. കിട്ടിയാലേ സൂക്കടൊന്നും ഇല്ലാതെ നിൽക്കട്ട് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ. അത് കിട്ടാൻ പറഞ്ഞാൽ പഞ്ചായത്തിലെല്ലാം പോയി അന്വേഷിച്ചിട്ട് അവർ എത്ര പ്രാവശ്യം നിങ്ങൾ വരണ്ട് 100 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അമ്മമ്മ 100 പ്രാവശ്യം ഹാജരാവും. വീട് കിട്ടിയിട്ടില്ല എന്ന് പറയണ്ടല്ലോ മോനെ. ഹാജരാകായിട്ട് കിട്ടാനും അവര് പറയുന്ന ദിവസമെല്ലാം അമ്മമ്മ പോവും ഹാജരാകാൻ. വീട് അവര് തരേണ്ടതാണ് ഗവൺമെന്റിന്. അതെ, എന്നാ പിന്നെ പാട്ടെല്ലാം പാടൂലേ? ഇനി കൊറേ പാട്ടുകൾ ഉണ്ടാവും, പാചകം ഉണ്ടാവും. ഇനി കൊറേ പാട്ട് പാടാനുണ്ട് എനിക്ക്. ഭക്തിഗാനം എല്ലാം പാടും. ഇനിയും പാടുന്നുണ്ട്. സമയം 6 മണിയാകുമ്പോ മോൻ പോവൂലോ. അതെ, ഭക്തിഗാനം. പിന്നെ ഒരു ചെറിയൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അതെ, എന്നാ പിന്നെ കറി ഉണ്ടാക്കാൻ നോക്കുന്നു. ഇപ്പൊ അമ്മമ്മേനെ കുറിച്ച് ആരല്ലോ അമ്മമ്മയോട് ചോദിക്കുന്നുണ്ട്. ആരല്ലോ ചോദിക്കുന്നുണ്ട് നിങ്ങളെ പാടിനി. പിന്നെ യൂട്യൂബില് പിന്നെ വിഷ്ണു ആരാന്ന്. പിന്നെ നമുക്ക് വിഷ്ണുവിനെ അറിയുന്നില്ല. ഫേസ്ബുക്കിലിട്ട് അമ്മ പറഞ്ഞോ എൻ്റെ മോനാന്ന്. പിന്നെ അറിയാതെ നിൽക്കണ്ട. ഇവനാണ് പിന്നെ ഒരു വിഷ്ണു പരിഹാരം എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലാക്കിയത്. എല്ലാവരും പറയുന്നു ആരാ വിഷ്ണു അറിയാത്തതോട്. ഇപ്പം കണ്ടില്ലേ എൻ്റെ മോനും ഞാനും. ഇത് ഫോണിന്റെ സെൽഫി ക്യാമറയിൽ എടുക്കുന്നോണ്ടാണ് എന്തോ പോലെ. അതാണ് ഇങ്ങനെ നമ്മളെ എന്തോ പോലെ കാണുന്നത്. ഞാനാ എടുക്കുന്നത്. അതാണ് പിന്നെ അമ്മമ്മേനെ മാത്രം എല്ലാ വീഡിയോയിലും കാണിക്കുന്നത്. വേറെ ആൾ എടുത്തു തരാനില്ല. അതെ, ഇവനല്ലേ വന്നിട്ട് എടുക്കുന്നില്ലൂ. വേറെ ആരും അങ്ങനെ എടുത്തിട്ട് ഇതുമില്ലല്ലോ. അതുകൊണ്ട് ഇനി എല്ലാരും പിന്നെ ഒന്നും കൂടെ നല്ല ഇതായിട്ട് സൗമ്യേച്ചിയുടെ മോനാന്ന് വിഷ്ണു പരിഹാരെന്ന് എല്ലാരും ഓർമ്മിച്ചിട്ട് വെക്കുക. സൗമ്യേച്ചി ഓർമ്മിച്ചിട്ടാ പാട്ട് പാടുന്നത്. അതുപോലെ എല്ലാം മനസ്സിൽ വെച്ചിട്ട് ഓർത്തോളുക. വിഷ്ണു പരിഹാരം മോനാന്ന്. അമ്മമ്മ ഇനിയും കുറെ കാര്യങ്ങള് പുതിയ വീഡിയോയിൽ കാണിക്കും അല്ലേ? ഇനിയും എന്തെല്ലോ പറയാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം. എന്റെ മോൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്നതുകൊണ്ട് എനിക്ക് അറിയുന്നത്. മറ്റൊന്നും ഇങ്ങനെയൊന്നും അറിയൂല. അമ്മമ്മക്ക് പിന്നെ ഒരു ഫോൺ പോലും ഇല്ല അല്ലെ? ഫോണുമില്ല, ചെറിയൊരു ഫോൺ. മറ്റേ ഈ ഫോണുണ്ട്, മറ്റേ ഞെക്കുന്ന ഫോണില്ലേ, കീപാഡ് ഫോണില്ല, അതുണ്ട്. ചെറിയ ഫോൺ ഉണ്ട്, അല്ലാണ്ട് വേറെ ഫോണൊന്നുമില്ല. വലിയ ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല. എനിക്ക് പിന്നെ അങ്ങനെ ഒരു ഭക്തിഗാനത്തിൽ